നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി നേതൃത്വത്തിൽ മേയറായി വി രാജേഷ് ചുമതലയേറ്റ ശേഷം അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹം എടുക്കുന്ന നീക്കങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അതിൽ പിടിച്ചു കയറാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കോർപ്പറേഷനിൽ ഓരോ നീക്കവും മേയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറെ ശ്രദ്ധ നേടിയതായിരുന്നു ഗതാഗത വകുപ്പിൽ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളും ചില പരാമർശങ്ങളും. അതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോഴും ചർച്ചകളും തർക്കങ്ങളും നടക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു നീക്കവുമായിട്ടാണ് KSRTC ഇപ്പോൾ പുതുവത്സരത്തിൽ രംഗത്ത് വരുന്നത്. അതായത് പുതുവർഷത്തിൽ മൂന്നാറിന് പുതുസമ്മാനവുമായിട്ടാണ് KSRTC ഇത്തവണ രംഗത്തേക്ക് വരുന്നത്. വിനോദസഞ്ചാരികൾക്കായുള്ള KSRTCയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് വെള്ളിയാഴ്ച ആരംഭിക്കും. ഇന്ന് രാവിലെ MD PS പ്രമോദ് ശങ്കർ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതിനായി KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് മൂന്നാർ ഡിപ്പോയിലും എത്തിച്ചിട്ടുണ്ട്. നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമാനമായ ബസ്സാണ് ഇതും. ദിവസേന 3 സർവീസുകളാണ് നടത്തുന്നത്. രാവിലെ 8 മണി, 11:30, വൈകിട്ട് 3 എന്നിങ്ങനെയാണ് സമയക്രമം. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ് റോഡ്, ആനയിറങ്ങൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. 2 ബസ്സുകളും ഇതേ റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. താഴത്തെ നിലയിൽ 11, മുകളിൽ 39 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം. പുറംകാഴ്ചകൾ പൂർണ്ണമായി കാണാവുന്ന രീതിയിൽ മൂന്നാറിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബസ്സുകളാണിവ. ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ഫെബ്രുവരി 8-നാണ് വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ KSRTCയുടെ ആദ്യ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത പദ്ധതി വൻ വിജയമായി മാറിയിരുന്നു. 9 മാസത്തിനകം KSRTCക്ക് 1 കോടിയിലധികം രൂപ വരുമാനം നേടാനായി. രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത്. ഏതായാലും നല്ല കാര്യം. പുതിയ വികസനങ്ങളും ജനങ്ങളുടെ ക്ഷേമത്തിനായി നാട്ടിൽ നടപ്പിലാക്കുന്നതിനോടൊക്കെ തന്നെ യോജിപ്പ് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും അഴിമതിയിൽ കുളിച്ചുകൊണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ അല്ലെങ്കിൽ നാടിൻ്റെ നല്ല വളർച്ചയ്ക്കായി മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരണം. അവിടെ രാഷ്ട്രീയം കലർത്തുകയല്ല. പക്ഷേ ഒരു തരത്തിലും അത് അഴിമതിയുടെ ഒരു കൈയിട്ട് വാരലാകരുത് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് മേയറും ഗതാഗത വകുപ്പും തമ്മിൽ ഒരു തുറന്ന പോരിനുള്ള ഒരു കളം ഒരുങ്ങിയത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം അറിയാം, കൃത്യമായിട്ട് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. അതിൽ ചെറിയൊരു അനക്കം വെച്ചതും KB ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമാണ്. എന്നിരുന്നാലും ഇപ്പോഴും പല രീതിയിലുള്ള ചില അഴിമതികളൊക്കെ തന്നെ ഈ ഒരു വകുപ്പിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിന് കീഴിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് വി രാജേഷ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിക്കൊടുത്ത 113 ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്ത് തന്നെ ഓടണമെന്ന നിർദ്ദേശവുമായിട്ടായിരുന്നു മേയർ വി രാജേഷ് രംഗത്ത് വന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷൻ KSRTCക്ക് കൈമാറിയതാണ് 113 ഇലക്ട്രിക് ബസ്സുകൾ. ഇവ ഇനി തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുമെന്നാണ് മേയർ വി രാജേഷ് അറിയിച്ചിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ തിരുവനന്തപുരം നഗരവാസികൾക്ക് യാത്രയൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബസ്സുകൾ കോർപ്പറേഷൻ നൽകിയതെങ്കിലും KSRTC ഈ കരാർ ലംഘിച്ച് ഇവ മറ്റു ജില്ലകളിലേക്ക് മാറ്റിയതായി മേയർ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമായതിനാൽ അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോർപ്പറേഷൻ 113 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി നൽകിയത്. എന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ ഓടാൻ വാങ്ങിയ ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ കാണുന്നത് വിരളമായിരിക്കുന്നു. പകരം ഈ ബസ്സുകൾ മറ്റു റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ മേയർ വി രാജേഷ് താക്കീത് നൽകിയിരിക്കുന്നത്. പിന്നാലെ തന്നെ ഇതിന് മറുപടിയുമായിട്ടും മന്ത്രി KB ഗണേഷ് കുമാർ വന്നിരുന്നു. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ വി രാജേഷിനാണ് മന്ത്രി KB ഗണേഷ് കുമാർ വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയത്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ലഭിച്ച വണ്ടികൾ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. വണ്ടികളെല്ലാം തിരുവനന്തപുരത്ത്
തീരത്ത് തന്നെയാണ് ഓടുന്നതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. 113 ബസ്സുകളിൽ 3-4 ബസ്സുകൾ മാത്രമാണ് നഗരപരിധിക്ക് പുറത്തേക്ക് പോകുന്നത്. ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതി തന്നാൽ 24 മണിക്കൂറിനകം 113 ബസ്സുകളും തിരിച്ചു നൽകുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ബസ്സുകൾ കോർപ്പറേഷന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടാം, ഓടിക്കാം. എന്നാൽ KSRTC ഡിപ്പോകളിൽ ഇടാൻ അനുവദിക്കില്ല. ഈ ബസ് നൽകിയാൽ സർക്കാർ പകരം 150 പുതിയ ബസ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും നെടുമങ്ങാട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും വണ്ടിയിൽ കയറ്റാൻ പാടില്ലെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അങ്ങനെ പറയുകയില്ലെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെട്ട 113 ബസ്സുകളാണുള്ളത്. 50 KSRTCയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കേന്ദ്ര വിഹിതം 500 കോടി രൂപയാണ്. സംസ്ഥാന വിഹിതം 500 കോടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 137 കോടി രൂപയും ചിലവഴിച്ചു. കോർപ്പറേഷന്റെ പണവും സംസ്ഥാന വിഹിതവും സംസ്ഥാന ഖജനാവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിത്തന്നു എന്ന് പറയുന്നതും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് പറയുന്നതും ശരിയല്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് 11 വാഹനങ്ങളും. KSRTC വാങ്ങിയ 50 വാഹനങ്ങളിൽ കോർപ്പറേഷന് ഒരു കാര്യവുമില്ല. 113 വാഹനങ്ങളുമായി ത്രികക്ഷി കരാറാണുള്ളത്. സ്മാർട്ട് സിറ്റി, കോർപ്പറേഷൻ, സ്വിഫ്റ്റ് എന്നീ 3 കമ്പനികൾ തമ്മിലാണ് കരാർ. എഗ്രിമെന്റിലെ ഒരു ക്ലോസ് ഉണ്ട്. അതിൽ വാഹനം ഓടുന്നതുമായി ബന്ധപ്പെട്ട് ഉപദേശക സമിതിയുണ്ട്. ഈ സമിതിയിൽ മേയർ അധ്യക്ഷനാകണമെന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ വാഹനങ്ങളിലെ ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ തുടങ്ങിയ സർവ്വസാധനങ്ങളും KSRTCയുടേതാണ്. താൻ ചുമതലയേൽക്കുമ്പോൾ ഈ വണ്ടികളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ഒരു വണ്ടിയുടെ വരുമാനം 2500 രൂപ മാത്രമായിരുന്നു. പ്രത്യേക പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ് അടക്കം നടപ്പാക്കിയതോടെ ഇന്ന് 9000 രൂപ ശരാശരി വരുമാനം ലഭിക്കുന്നുണ്ട്. KSRTCയുടെ വരുമാന വർധനവ് സംസ്ഥാനം ഒട്ടാകെയാണ്. എല്ലാ ഡിപ്പോകളും ലാഭത്തിലാക്കിയെന്ന് KSRTC CMD തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ മെയിൻ്റനൻസ് വളരെ ചിലവേറിയതാണ്. 5-ാം വർഷം ഈ വണ്ടിയുടെ ബാറ്ററി മാറ്റാൻ 28 ലക്ഷം രൂപയാണ് വേണ്ടി വരുന്നത്. ഈ തുകയ്ക്ക് ഡീസൽ മിനി ബസ് ലഭിക്കുമെന്നും ഓർക്കണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി തന്നെ തൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ലാഭമില്ലാതെ കൃത്യമായിട്ട് തിരുവനന്തപുരം ഈ പരിധിക്കുള്ളിൽ നിന്ന് ഓടാതെ അതിനപ്പുറത്തേക്ക് ഓടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മേയറായിട്ടുള്ള VV രാജേഷും ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് തിരുവനന്തപുരത്ത് അടക്കം കാണാനായിട്ട് സാധിക്കുന്നത്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് പല രീതിയിലുള്ള വികസനവും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം തലസ്ഥാനത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതികളിലൂടെ മാത്രമാകണം എന്ന് തന്നെയാണ് പുതിയ കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിലുള്ള മേയർ VV രാജേഷിന്റെ അടക്കം ഉറച്ച നിലപാട്. അതിനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ ഭരണത്തിൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് മേയറായിട്ടുള്ള VV രാജേഷ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെ പുതുവത്സര ദിനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം 2026 ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കം കുറിച്ച വിവരം സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ആരോഗ്യം ആനന്ദം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചതെന്നും അദ്ദേഹം കുറിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പരിപാടിയുടെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് മേയർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.